രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ സവിശേഷമായ പിന്തുണയുണ്ട്. എല്ലാ സർവേ ഏജൻസികളുടെ സർവേയിലും നരേന്ദ്രമോദിയേക്കാൾ ബഹുഘാതം അപ്രൂവൽ റേറ്റിംഗ് കേരളത്തിലുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയിൽ തന്നെ 3 സംസ്ഥാനങ്ങളിലെ മോദിയേക്കാൾ കൂടുതൽ റേറ്റിംഗ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളൂ എന്ന് പറയുന്നു. അതിൽ ഒരു സംസ്ഥാനം പഞ്ചാബാണ്, മറ്റൊരു സംസ്ഥാനം തമിഴ്നാടാണ്, മൂന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടിയത് കേരളത്തിലാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും വരുന്നു. അദ്ദേഹം കേരളത്തിൽ നിന്ന് തന്നെ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചതുകൊണ്ട് വയനാട് മാത്രമല്ല, ആ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെങ്കിലും ഒരു തരംഗമുണ്ടായി. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ മട്ടിൽ കേരളത്തിൽ വീണ്ടും ഒരു UDF വേവ് ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശം വഴിയൊരുക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇന്നത്തെ റോഡ് ഷോ ഒക്കെ കണ്ടിട്ട് അഭിലാഷ്, നമ്മൾ ഈ റോഡ് ഷോയിനെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് പ്രകടനവുമെല്ലാം നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തണം. അതിനൊരു ഇപ്പം അനിലക്കരെല്ലാം പറയുന്നത് പോലെ ഒരു കോൺഗ്രസിൻ്റെ ആരാധകരായി വിലയിരുത്തുന്നതാണോ നല്ലത്, അതല്ല സൂക്ഷ്മമായി ഒരു MP-യുടെ പ്രകടനത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്, അതേ രീതിയിൽ വിലയിരുത്തിയാണോ നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് തുടക്കത്തിലേ പറയാനുള്ളത് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വന്നത് പ്രധാനമന്ത്രിയാകുവാൻ പോകുന്ന ഒരു നേതാവായിട്ടായിരുന്നു. ഇന്ന് വരുമ്പോൾ അത്രയും തിളക്കമില്ല, അല്ലെങ്കിൽ ആ റോഡ് ഷോയ്ക്ക് പോലും വേണ്ടത്ര ഒരു പകിട്ടില്ല എന്ന് എല്ലാവരും അംഗീകരിച്ച കഴിഞ്ഞ കാര്യമാണ്. 2, എനിക്ക് അതിലും കൂടുതൽ വിഷമമുള്ളത് അവിടെ എന്തുകൊണ്ടാണ് ചില കൊടികൾ ഒഴിവാക്കപ്പെട്ടത്, ബലൂണുകൾ മാത്രമാക്കപ്പെട്ടതെന്ന് പരക്കെ ചർച്ചയുണ്ട്. അതവരുടെ രാഷ്ട്രീയ കാര്യമാണ്, അവർക്ക് നിശ്ചയിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങൾ വിശ്വസിക്കുന്നത് കോൺഗ്രസ്സിന് തങ്ങളുടെ രാഷ്ട്രീയം ഒളിച്ചു കടത്തുവാനാണ് താല്പര്യം. വ്യക്തതയോടെ പറയുവാൻ അവർക്കാവുന്നില്ല, അല്ലെങ്കിൽ വ്യക്തതയോടെ പറഞ്ഞാൽ ആ രാഷ്ട്രീയത്തിന് പിൻബലം കിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചടി കിട്ടും എന്ന് അവർ ഭയക്കുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. സ്വന്തം കാര്യം, അല്ലെങ്കിൽ സ്വന്തം തീരുമാനങ്ങൾ, സ്വന്തം പാർട്ടിയുടെ അഭിപ്രായങ്ങൾ സ്വന്തം പാർട്ടി റാലിയിൽ പോലും തുറന്നു പറയുവാനുള്ള ധൈര്യമില്ലായ്മ, അതായത് ഒരു ഒളിച്ചു കടത്തലിൻ്റെ രാഷ്ട്രീയം, ഇത് ഈ പ്രകടനത്തിലുണ്ട്, അതവരുടെ പ്രകടന പത്രികയിലുണ്ട്, അതവരുടെ ജീനിലുണ്ട്, കോൺഗ്രസിൻ്റെ ജീനിലുണ്ട്. അതാണ് പ്രശ്നം. തങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ തുറന്നു പറയുവാനും അത് ഏത് കാലഘട്ടത്തിലും ഞങ്ങൾ അതിനുവേണ്ടി ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുവാനുമുള്ള ഒരു അഭിമാനമില്ലായ്മ, അത് കോൺഗ്രസിൻ്റെ എല്ലാ കാര്യത്തിലും കാണുന്നുണ്ട്. ഇന്ന് ഈ റോഡ് ഷോയിലും കണ്ടത് അത് തന്നെയാണ്. കൂടെയുള്ളവരെ കൂടെ നിർത്തുവാനും അവരുടെ ഐഡൻറ്റിറ്റിയെ, അവരുടെ അസ്മിതയെ ഉയർത്തിക്കാട്ടുവാൻ, അവർക്കെങ്കിലും സ്വാതന്ത്ര്യം കൊടുക്കുവാൻ പോലും കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തിൻ്റെ പേരിലായാലും കൂടെ നിൽക്കുന്നവനെ വിശ്വസിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. മൂന്നാമത്തെ കാര്യം, ഇത് വയനാടിന് എന്ത് ഗുണമുണ്ട്? അദ്ദേഹം ചോദിച്ചതുപോലെ ഈ വയനാടിന് എന്ത് ഗുണമാണ് രാഹുൽ ഗാന്ധി വന്നിട്ട് കിട്ടിയത്? അദ്ദേഹത്തിൻ്റെ ഡിബേറ്റിലെ പെർസെൻറ്റേജൊക്കെ ഇപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു. ആവറേജ് എപ്പോഴും നാഷണൽ ആവറേജിലൊക്കെ എത്രയോ താഴെ. അദ്ദേഹം ഡിബേറ്റിൽ പങ്കെടുത്തത് 8 പ്രാവശ്യം. നാഷണൽ ആവറേജ് 46.7%, സ്റ്റേറ്റ് ആവറേജ് 78.5%, അതുപോലെ തന്നെ അറ്റൻഡൻസ് 51%, നാഷണൽ ആവറേജ് 79%, സ്റ്റേറ്റ് ആവറേജ് 83%. അപ്പോൾ എങ്ങനെ നോക്കിയാലും ആസ് എൻ MP അദ്ദേഹം ഒരു പെർഫോം ചെയ്തിട്ടില്ല. വയനാടിനൊന്നും നൽകിയിട്ടില്ല, ഡിബേറ്റിൽ കാര്യമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിനും രാജ്യത്തിനും വേണ്ട ഒരു സന്ദേശവും നൽകാനില്ലാത്ത, സ്വന്തം കൂടെ ഉള്ളവരെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തകർന്ന രാജകുമാരൻ, അല്ലെങ്കിൽ വീണുടഞ്ഞ വിഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്ഥിതിയിലായിരിക്കുന്നു രാഹുൽ ഗാന്ധി. കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ട രാജകുമാരനാണ് രാഹുൽ ഗാന്ധി എന്നാണ് BJP പറയുക.